മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10th ചാപ്റ്റർ 9 സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രിയിലെ എക്സസൈസ് 9.1 ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. എ സ്ട്രെയിറ്റ് ഹൈവേ ലീഡ്സ് ടു the foot of a tower. A man standing at the top of the tower observe a car at an angle of depression 30 degree which is approaching the foot of the tower with a uniform speed. 6 seconds later, the angle of depression of the car is found to be 60 degree. Find the time taken by the car to reach the foot of the tower from this point. അതായത് ഒരു സ്ട്രെയിറ്റ് ഹൈവേയിൽ ഒരു കാറ് സ്ട്രെയിറ്റ് ഹൈവേ ലീഡ്സ് ടു ദ ഫുട്ട് ഓഫ് ദ ടവർ. ഒരു ടവറിൻ്റെ താഴെ ഒരു സ്ട്രെയിറ്റ് ഹൈവേ ഉണ്ട്. അവിടെ ആ ടവറിൻ്റെ മുകളിൽ ഒരു മനുഷ്യൻ കയറി നിൽക്കുന്നുണ്ട്. അയാൾ ഒരു കാറിനെ ഒബ്സർവ് ചെയ്യാണ്. ആ ഒബ്സർവ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ആ കാറ് അപ്രോച്ചിങ് ദ ഫുട്ട് ഓഫ് ദ ടവർ വിത്ത് എ യൂണിഫോം സ്പീഡ്. അതായത് അത് ഒരു എന്താ പറയുക, യൂണിഫോം സ്പീഡിൽ ആ ടവറിൻ്റെ അടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 6 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്തായി? 30 ഉള്ളത് 60 ആയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ദ കാർ ടു റീച്ച് ദ ഫുട്ട് ഓഫ് ദ ടവർ ഫ്രം ദിസ് പോയിന്റ്. ആ പോയിന്റിൽ നിന്ന്, അഥവാ 6 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 60 ഡിഗ്രിയിൽ കണ്ടല്ലോ, ആ പോയിന്റിൽ നിന്നും ഇനി ഫുട്ട് ഓഫ് ദ ടവറിലോട്ട് എത്താൻ വേണ്ട ടൈം എത്രയെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫിഗർ നോക്കാം. ഒരു സ്ട്രെയിറ്റ് ഹൈവേ, അതിൽ ഒരു ടവർ ഉണ്ട്. ആ ടവറിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളുടെ ഹൈറ്റ് തന്നിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ഒരു സ്ട്രൈറ്റ് വ്യൂ ഉണ്ട്. അയാൾ ഒരു കാറ് കാണുന്നു. സ്ട്രൈറ്റ് വ്യൂവുമായിട്ടാണ് നമ്മളുടെ ആംഗിൾ എപ്പോഴും ഉണ്ടാക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. ഇനി ഈ കാറ് ഈ ടവറിൻ്റെ അടുത്തേക്ക് വരികയാണ്. 6 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ കുറച്ചിങ്ങോട്ട് പോന്നു. അപ്പോൾ ആ കുറച്ചിങ്ങോട്ട് പോന്നപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ടവറിൻ്റെ അടുത്തേക്ക് ആ കാറ് സഞ്ചരിക്കാൻ ആവശ്യമായ ടൈം എത്രയെന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, അപ്പം ഞാൻ ഈ മെഷർമെൻറ്റുകൾ വെച്ചിട്ട് നമ്മൾ ഈ വരച്ച ആംഗിളുകൾ, ശരിക്കുള്ള ഫിഗർ ഞാൻ ഒന്നുകൂടി ഇവിടെ വരച്ചു. ഓക്കെ, ഇവിടെ 30 ആണ്. നമ്മളിതിന് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഈ 2 ലൈൻസുകൾ പാരലലാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 30 ആണെന്നുണ്ടെങ്കിൽ ഈ ലൈനിൻ്റെ ഇങ്ങേ അറ്റം ഇവിടെ ലൈനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? 30 ആണ്. ഇത് 60 ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇപ്പുറത്തെ അറ്റത്ത് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 60 ആയിരിക്കും. അഥവാ ആൾട്ടർനേറ്റ് ആംഗിൾ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചോണേ, tan 30 ഞാൻ ആദ്യം കാണാൻ പോവാണ്. tan 30 ആണ് ഞാൻ കാണാൻ പോകുന്നത്. നമുക്ക് മെഷർമെൻറ്റുകളും തന്നിട്ടില്ല. നമ്മൾ ഈ വാല്യൂസ് വെച്ച് കൊടുക്കുക. tan 30 = 30ക്ക് ഓപ്പോസിറ്റ് ആരാ? AD ബൈ AC. ഓക്കെ, tan 30യുടെ ട്രയാങ്കിൾ ഞാൻ കൊടുത്തു. tan 30 പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓക്കെ, അപ്പോൾ 1/√3 എന്ന് വരും. ഞാനിതിനെ ക്രോസ് ചെയ്യുമ്പോൾ ADയുടെ ലെങ്ത്ത് കാണാൻ പോകണം കേട്ടോ. ADയുടെ ലെങ്ത്ത് ആണ് കാണാൻ പോകുന്നത്. AD = എന്ത് കിട്ടും? AC/√3 എന്ന് കിട്ടും. ADയുടെ ലെങ്ത്ത് എത്ര കിട്ടും? AC/√3. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി അടുത്ത് tan 60 കാണാൻ പോവാണ്. AD/AB. 60ക്ക് ഓപ്പോസിറ്റ് AD ആണ്, അഡ്ജസൻറ്റ് സൈഡ് AB ആണ്. tan 60 എന്ന് പറഞ്ഞാൽ എന്താ? ഈ ട്രയാങ്കിൾ തന്നെ നോക്കാം നമുക്ക്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് √3/1 എന്നാണ് വരിക. അതിൽ നിന്ന് ഞാൻ AD = എന്ന് പറഞ്ഞുണ്ടാക്കി, അഥവാ AB × √3 = AD, ഇക്വേഷൻ നമ്പർ 2. ഇനി 1ഉം 2 ഒന്ന് കമ്പയർ ചെയ്തേ. രണ്ടും AD = എന്നാണ്. അപ്പോൾ RHS ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ LHS എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ AC/√3 = AB√3 എന്ന് കിട്ടും. ഇനി ഈ √3നെ നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ AC = AB × √3 × √3. √3 × √3 എത്ര? 3√3. അപ്പോൾ AC = 3AB എന്ന് കിട്ടി. √3 × √3 എത്രയാ? 3√3 അല്ല, 2 √3കൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 3 ആവും. അപ്പോൾ 3AB എന്നായി. ഇനി AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ABയും BCയും കൂടി കൂട്ടുന്നതാണ് എന്ത്? AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. BCയും ABയും കൂടി കൂട്ടുന്നതാണ് ആര്? AC എന്ന് പറഞ്ഞാൽ. അപ്പോൾ ACനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. AB + BC എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ AB + BC = ആണ് 3AB വരുന്നത്. അതിൽ നിന്ന് BC = എന്നാക്കി ഞാൻ. ഈ BC = 3AB - AB. 3AB - AB എന്ന് വരും. 3AB എന്ന് ഒരു AB പോയാൽ എത്രയാ? 2AB ആണ്. ഇനി ഈ 2നെ അപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ
എ ബി ഈക്വൽ ടു ബി സി ബൈ 2 എന്ന് കിട്ടും. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോണേ. ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ആദ്യം ടാൻ 30 എടുത്തുകൊണ്ട് അതിൽ നിന്ന് എ ഡി ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടാക്കി. ഓക്കെ, ടാൻ 30 ഈക്വൽ ടു അതിൽ നിന്ന് എ ഡി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടാക്കി. പിന്നെ ടാൻ 60 എടുത്ത് അതിൽ നിന്ന് എ ഡി എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ടാക്കി. കാരണം രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള സൈഡാണ് എ ഡി. അതിൽ നിന്ന് രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ അവസാനം ഇതാ ഇങ്ങോട്ട് എത്തി. എ ബി ഈക്വൽ ടു ബി സി ബൈ 2. അതായത് എ ബിയുടെ നീളം എന്ന് പറയുന്നത് ബി സിയുടെ നീളത്തിൻ്റെ പകുതിയാണ്. ഇപ്പോൾ ബി സിയുടെ നീളം എക്സ് ആണെന്നുണ്ടെങ്കിൽ എ ബിയുടെ നീളം എത്രയാണ്? എക്സ് ബൈ 2 ആണ്. ഇനി നമ്പറിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബി സിയുടെ നീളം 60 അല്ലെങ്കിൽ ഒരു 10 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 60 എടുത്തോ. അപ്പോൾ എ ബിയുടെ നീളം എത്രയാണ്? 30 ആണ്. ഓക്കെ, അപ്പോൾ ഈ 60 കവർ ചെയ്യാൻ നമുക്ക് ആവശ്യമായ സമയം 6 സെക്കൻഡ് ആണ്. അതായത് ആദ്യം അയാൾ കണ്ടത് സി എന്ന് പറയുന്ന പോയിന്റ് എന്നാണ് ആ കാറിനെ കണ്ടത് 30 ഡിഗ്രിയിൽ. 6 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ആ കാറ് ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയത്. അപ്പോൾ 6 സെക്കൻഡിൽ 60 പോയി. ഓക്കെ, യൂണിഫോം സ്പീഡാണ്, സ്പീഡിന് മാറ്റല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 30 ഡിസ്റ്റൻസ് കടക്കാൻ, അഥവാ 60ന്റെ പകുതി അല്ലേ 30. അപ്പോൾ 6ന്റെ പകുതി 3 സെക്കൻഡ് പോരെ. പറഞ്ഞ കാര്യം മനസ്സിലായോ? സിയിൽ നിന്നും ബിയിലേക്ക് എത്താനുള്ള ദൂരം എത്ര ആയിക്കോട്ടെ, അതിൻ്റെ പകുതിയാണ് ബിയിൽ നിന്നും എയിലേക്കുള്ള ദൂരം. നമ്മളോട് ഇനി ചോദിച്ചിട്ടുള്ളത് ഈ കാറ് ടവറിൻ്റെ അടുത്തേക്ക് എത്താൻ ആവശ്യമായ സമയമാണ്, അഥവാ ബിയിൽ നിന്നും എയിലോട്ടുള്ള ദൂരം എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളോട് ഇനി കാണാൻ പറഞ്ഞത് എന്താണ്? ബിയിൽ നിന്നും എയിലോട്ട് കാറ് ടവറിൻ്റെ ഫൂട്ടിലോട്ട് അപ്രോച്ച് ചെയ്യണം. അത് കണ്ടോ? ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ദ കാർ ടു റീച്ച് ദ ഫൂട്ട് ഓഫ് ദ ടവർ ഫ്രം ദിസ് പോയിന്റ്. ഫ്രം ദിസ് പോയിന്റ് പറയുന്നത് ഏത് പോയിന്റാ? ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ടവറിൻ്റെ ഫൂട്ടിലോട്ട്, അഥവാ ടവറിൻ്റെ താഴോട്ട് കാർ എത്താൻ ആവശ്യമായ സമയം. ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബിയിലേക്ക് കാർ എത്താൻ ആവശ്യമായ സമയം എത്രയായിരുന്നു? 6 സെക്കൻഡ് ആയിരുന്നു അല്ലേ? സിയിൽ നിന്നും ബിയിലോട്ട്, അഥവാ ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുത്ത സമയം 6 സെക്കൻഡ് ആണ്. ഈ ബി സിയുടെ പകുതിയാണ് ആര്? എ ബി. അതാണ് ഇപ്പം നമ്മൾ കണ്ടെത്തിയത്. ബി സിയുടെ പകുതിയാണ് ആര്? എ ബി. ഇനി ഈ കാറ് സഞ്ചരിക്കുന്നത് യൂണിഫോം സ്പീഡിലാണ്. ഈ കാറ് സഞ്ചരിക്കുന്നത് യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് സെയിം ആയിരിക്കും, സ്പീഡിന് മാറ്റല്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ, സി എന്ന പോയിന്റിൽ നിന്നും ബിയിലോട്ട് 6 സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ദൂരം സഞ്ചരിക്കാൻ പകുതി സമയം പോരെ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി എന്ന പോയിന്റിൽ നിന്നും എ എന്ന പോയിന്റിലോട്ട് എത്താൻ എത്ര സമയം വേണം? 3 സെക്കൻഡ് മതി അല്ലേ? ടൈം ടേക്കൺ ടു ട്രാവൽ ബി സി 6 സെക്കൻഡ് ആണ്. ബി സി ട്രാവൽ ചെയ്യാനാണ് കേട്ടോ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ ഡിസ്റ്റൻസ് എ ബി ഈസ് ഹാഫ് ഓഫ് ബി സി. എ ബി എന്ന് പറയുന്നത് ബി സിയുടെ പകുതിയാണ്. എ ബി എന്ന് പറയുന്നത് ബി സിയുടെ പകുതിയാണ്. എ ബി എന്ന് പറയുന്നത് ബി സിയുടെ പകുതിയാണ്. അപ്പോൾ ടൈം ടേക്കൺ ടു റീച്ച് ദ ടവർ 3 സെക്കൻഡ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടവർ റീച്ച് ചെയ്യാൻ ആവശ്യമായ ടൈം എത്രയാണ്? 3 സെക്കൻഡ്, അഥവാ 6 സെക്കൻഡിൻ്റെ പകുതി വരും. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരത്തിൻ്റെ പകുതിയാണ് ഇനി നമുക്ക് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ 6 സെക്കൻഡിൻ്റെ പകുതി 3 സെക്കൻഡ് എന്ന് വരും. ഓക്കെ.